ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മേഘനാഥൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. അല്പസമയം മുൻപാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ തന്നെ പിതാവിൻ്റെ സ്മൃതി കുടീരത്തിന് സമീപം, പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപം തന്നെയാണ് അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ഏതാണ്ട് 50-ൽ പരം സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നിരിക്കെ പോലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ കൂടി കഴിഞ്ഞ ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീ മേഘനാഥൻ. അദ്ദേഹത്തിനെ ഈ നാട്ടുകാർ ഉണ്ണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാട്ടുകാരുടെ, ഷൊർണൂരുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ഇവിടെ എത്തിച്ചേർന്ന കലാകാരന്മാരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത്. AK ബാലൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാ മേഖലയിൽ നിന്ന് കോട്ടയം നസീർ, സീമാജി നായർ പോലെയുള്ള, സിജു വിൽസനെ പോലെയുള്ള താരങ്ങളൊക്കെ, രാജേഷ് ഹെബാർ തുടങ്ങിയ ആളുകളൊക്കെ ഈ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പലർക്കും ഈ രോഗത്തെക്കുറിച്ച്, അദ്ദേഹം ഈ രോഗശൈലിയിലായിരുന്നു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് സഹപ്രവർത്തകരിൽ പലരും പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി അദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു. കരൾ രോഗ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുന്നത്. ഈ സിനിമാ മേഖലയിൽ സജീവമാകുന്നതിനൊപ്പം തന്നെ സഹോദരൻ്റെ കേബിൾ TV ബിസിനസ്സിലുമൊക്കെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ വളരെയധികം നാട്ടുകാരുമായി അടുത്തിടപഴകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മേഘനാഥൻ എന്നുള്ളതാണ് ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളായിട്ടുള്ള ആളുകളും ഒക്കെ പറയുന്നൊരു കാര്യം. എന്തായാലും മലയാള സിനിമാ ലോകത്തിനുണ്ടായിട്ടുള്ള നഷ്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് നാട്ടുകാർ പറയുന്നത് തങ്ങൾക്കുണ്ടായ ഒരു വലിയ നഷ്ടം എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അല്പസമയം മുൻപാണ് വീട്ടിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മൃതി കുടീരത്തോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം അഭിനയിച്ച് നമ്മളെല്ലാവരും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളിലൂടെയായിരിക്കും മേഘനാഥൻ ജീവിക്കുക. അത് കാലാനുവർത്തിയായി അങ്ങനെ തുടരുക തന്നെ ചെയ്യും. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.